വാസ്തവത്തിൽ ഈ വയനാട്ടിലൊക്കെ പോകുമ്പോൾ മനുഷ്യരുടെ ചോര കുടിച്ച് വീർത്ത അട്ടകളെ കാണാൻ CPM-ന്റെ നേതാക്കന്മാരെ താരതമ്യം ചെയ്യാമെങ്കിൽ ആ ചോര കുടിച്ച് ചീർത്ത ജനങ്ങളുടെ ചോര കുടിച്ച് ചീർത്ത അട്ടകളായിട്ട് CPM നേതാക്കന്മാർ അധപ്പതിക്കുന്ന സാഹചര്യം രാജ്യത്തെ തന്നെ ഏറ്റവും നാണം കെട്ട പാർട്ടിയും സർക്കാരുമായിട്ട് ഈ സർക്കാർ മാറിക്കഴിഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോ CPM-ന്റെ നേതാക്കന്മാരെ സഖാക്കൾ എന്ന് വിളിക്കുന്നതിന് പകരം ഡീലേഴ്സ് എന്നാണ് വിളിക്കുന്നതെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. CPIM എന്ന പാർട്ടിക്കുള്ളിൽ നടക്കുന്ന അഴിമതികളുടെ ഞെട്ടിക്കുന്ന വിവരണമാണ് തൃശൂരിലെ DYFI നേതാവിന്റെ ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ വെളിപ്പെട്ടത്. ജനങ്ങളുടെ ചോര കുടിച്ചു വീർത്ത അട്ടകളെ പോലെയാണ് CPIM-ന്റെ നേതാക്കളെന്ന് BJP-യുടെ മുതിർന്ന നേതാവ് V മുരളീധരൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. ഏറ്റവും ഒടുവിലത്തെ വെളിപ്പെടുത്തൽ എന്നുള്ള നിലയിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ CPM ഈ രീതിയിൽ തടിച്ചു കൊടുത്തത് എന്നുള്ളതിന്റെ വിവരങ്ങളാണ്. ഏരിയ സെക്രട്ടറി മുതൽ സംസ്ഥാന കമ്മിറ്റി അംഗം വരെയുള്ള ആളുകൾ ജനങ്ങളെ പിഴിഞ്ഞ് കീശ വീർപ്പിക്കുന്ന മെക്കാനിസം എന്താണ് എന്നുള്ളതിന്റെ വിവരങ്ങൾ, ആ വിവരങ്ങളാണ് ഇപ്പോൾ ആ പാർട്ടിയിലെ തന്നെ ഒരു വലിയ നേതാവ് എന്ന് കരുതപ്പെടുന്ന ഒരാളുടെ സംഭാഷണത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ CPM-ന്റെ നേതാക്കന്മാരെ സഖാക്കൾ എന്ന് വിളിക്കുന്നതിന് പകരം ഡീലേഴ്സ് എന്നാണ് വിളിക്കുന്നതെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അദ്ദേഹം അങ്ങനെയുള്ള ചില ആളുകളുടെ പേരുകളും പറഞ്ഞിട്ടുണ്ട്. കപ്പലണ്ടി കച്ചവടം നടത്തിയ ആൾ എങ്ങനെ കോടീശ്വരനായി എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ. അപ്പൊ കരുവന്നൂരിൽ പറഞ്ഞതെല്ലാം തന്നെ സത്യമായിരുന്നു എന്നുള്ളത് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, കരുവന്നൂരിൽ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് CPM നേതാക്കന്മാർ അവരുടെ കീശ വീർപ്പിച്ചതിന്റെ ഉദാഹരണമാണ് കേരളത്തിലെ കരുവന്നൂർ മാത്രമല്ല നിരവധി സ്ഥലങ്ങളിൽ. ആ സ്ഥലങ്ങളിലൊക്കെ സഹകരണ ബാങ്കുകളിൽ നടന്നിട്ടുള്ള വലിയ വെട്ടിപ്പ്, ആ വെട്ടിപ്പ് CPM നേതാക്കന്മാർക്ക് സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങളാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നു, നേതാക്കന്മാരുടെ തലത്തിൽ നടക്കുന്നു. കാരണം അത് അത്ഭുതപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള ആളുകൾ മാസപ്പടി വാങ്ങിയതിന്റെ തെളിവുകൾ, ആ തെളിവുകൾ നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണ്. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് മുഖ്യമന്ത്രിയുടെ മകൾ തൊട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബം തൊട്ട് ഉള്ള ആളുകൾ ഈ രീതിയിൽ ജനങ്ങളെ പിഴിഞ്ഞ് പണപ്പിരിവ് നടത്തി അതിന്റെ ഷെയർ പങ്കുപറ്റുകയും അതോടൊപ്പം കൈക്കൂലിയും അഴിമതിയും മുഖമുദ്രയായിക്കൊണ്ട് സ്വന്തം കീശ വീർപ്പിക്കാനും സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക ആസ്തികൾ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമം നടക്കുന്നതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. വാസ്തവത്തിൽ ഈ വയനാട്ടിലൊക്കെ പോകുമ്പോൾ മനുഷ്യരുടെ ചോര കുടിച്ച് വീർത്ത അട്ടകളെ കാണാൻ CPM-ന്റെ നേതാക്കന്മാരെ താരതമ്യം ചെയ്യാമെങ്കിൽ ആ ചോര കുടിച്ച് ചീർത്ത ജനങ്ങളുടെ ചോര കുടിച്ച് ചീർത്ത അട്ടകളായിട്ട് CPM നേതാക്കന്മാർ അധപ്പതിക്കുന്ന സാഹചര്യം, ആ സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിന് അധിക കാലമില്ല. രാജ്യത്തെ തന്നെ ഏറ്റവും നാണം കെട്ട പാർട്ടിയും സർക്കാരുമായിട്ട് ഈ സർക്കാർ മാറിക്കഴിഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ എങ്ങനെ പങ്കാളിയായി എന്നുള്ളതിന്റെ ഒരു കത്തിന്റെ ഇടപാടും കത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതും ഒക്കെ
ഒരഴിമതിയുടെ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞാൽ അടുത്ത അഴിമതി വരെ അതിനു മുൻപുള്ള അഴിമതിയുടെ വാർത്തകൾക്ക് സജീവമായിട്ട് ചർച്ചയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ കേരളത്തെ എത്തിച്ചതിന് CPM-ഉം CPM-ന്റെ നേതൃത്വവും ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്.